അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അപ്പ അപ്പ അയ്യപ്പ അന്നലരാജ അയ്യപ്പ കാക്കണമപ്പ അയ്യപ്പ കാക്കണമപ്പ അയ്യപ്പ കനിയണ ദേവ അയ്യപ്പ കനിയണ ദേവ അയ്യപ്പ അപ്പ അപ്പ. വൃശ്ചികമാസം പിറന്നു. ശബരിമല കാനനപാതയിൽ ഇപ്പോൾ ആനകളുടെ ചിഹ്നം വിളികളോ കടുവകളുടെ അലർച്ചകളോ ഒന്നും കേൾക്കാനില്ല. അയ്യപ്പസ്വാമിയെ കാണാനുള്ള ഭക്തരുടെ യാത്രയ്ക്കായി അവരെല്ലാം വഴിമാറി കൊടുത്തിരിക്കുന്നു. എരുമേലിയിൽ നിന്നും പമ്പ വരെ മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം തുറക്കുന്ന കാനനപാതയിലൂടെ തത്വമസിയുടെ പൊരുൾ തേടിയുള്ള ഒരു യാത്ര. ഈ യാത്രയെപ്പറ്റി പഴമക്കാർ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കോട്ടപ്പടി ആസ്ഥാനവും കടന്ന് പേരൂർത്തോട്ടിൽ നീരാടി, കനിവിനോട് കാളകെട്ടി, അഴകിനോടു അഴുതാനദിയിൽ പുക്കു, അഴുതയിൽ കുളിച്ചു കല്ലുമെടുത്ത്, കല്ലൊരു ചുമടുമേന്തി, കല്ലിടാങ്കുന്നു കയറി കല്ലിട്ട്, വലം തിരിഞ്ഞ് കരിമലമുകളിൽ പുക്കു, വില്ലുശരവും കുത്തി, കിണറവും കുളവും തോണ്ടി, പമ്പയിൽ തീർത്ഥമാടി, വലിയൊരു ദാനവും കഴിച്ച്, ബ്രാഹ്മണസദ്യയും കഴിച്ച്, ഗുരുക്കന്മാരെ വന്ദിച്ച്, നീലിമല ചവിട്ടിക്കയറി ശബരിപീഠത്തിങ്കിൽ അധിവസിച്ച്, ശരംകുത്തി വലം തിരിഞ്ഞ് സത്യമായ പൊന്നു 18-ാം പടിയും ചവിട്ടിക്കയറി ഹരിഹരസുതനെ ദർശിക്കുന്നു. എരുമേലിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്ററാണ് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാത വഴി നടന്നു പോകാനുള്ള ദൂരം. എരുമേലി, പേരൂർത്തോട്, കോയിക്കക്കാവ്, ഇരുമ്പൂന്നിക്കര, അരശുമുടിക്കോട്ട, കാളകെട്ടി, അഴുതക്കടവ്, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, ചീനിത്താവളം, മുക്കുഴി, വള്ളിത്തോട്, വെള്ളാരം ചിറ്റ, കൂട്ടക്കല്ല്, പുതുശ്ശേരിമല, കരിയിലാന്തോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം വഴിയാണ് പമ്പയിലെത്തുന്നത്. ഇവയിൽ ഓരോ സ്ഥലത്തിനും ഓരോരോ പ്രാധാന്യങ്ങളും ഓരോരോ ദേവതാ സങ്കല്പങ്ങളും ഒക്കെയുണ്ട്. കഥകളനുസരിച്ച് അയ്യപ്പസ്വാമി തൻ്റെ സൈന്യവുമായി ഉദയനൻ എന്ന കാട്ടുകൊള്ളക്കാരൻ്റെ ഓരോ കോട്ടകളും കീഴടക്കിക്കൊണ്ട് കടന്നുപോയ അതേ പാത. വനത്തിനുള്ളിൽ 7 കോട്ടകളുണ്ട്: കോട്ടപ്പടി, കാളകെട്ടി, ഇഞ്ചിപ്പാറക്കോട്ട, കരിമല, ശബരിപീഠം, ശരംകുത്തി ആൽച്ചൂട്, 18-ാം പടി. ശരിക്കും ചരിത്രവുമായി ഒത്തുനോക്കിയാൽ ഒരു ദിഗ്വിജയ പുറപ്പാട് തന്നെയാണ് ഇതുവഴിയുള്ള ശബരിമല യാത്ര. അമ്പലപ്പുഴ ആലങ്ങാട് സംഘവും കൊച്ചുകടുത്തയുമൊക്കെയായി മണികണ്ഠസ്വാമി നടത്തിയ അതേ പടപ്പുറപ്പാട്. പടയോട്ടത്തിനിടയ്ക്ക് സൈന്യം വിശ്രമിക്കുന്ന സ്ഥലങ്ങളെ പണ്ട് ഇടത്താവളങ്ങളെന്നാണ് വിശേഷിപ്പിക്കാറ്. എരുമേലി മുതൽ പമ്പ വരെയുള്ള ഓരോ വിശ്രമ സ്ഥലങ്ങളെയും ഇടത്താവളങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ചരിത്രത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ്. 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് കൊടുംകാട്ടിലൂടെ ഇരുമുടിക്കെട്ടുമേന്തി നഗ്നപാതരായി കല്ലും മുള്ളും ചവിട്ടി പ്രകൃതി അറിഞ്ഞുകൊണ്ട് സഞ്ചരിച്ച് നമ്മുടെ സകല അഹങ്കാരങ്ങളും സകല പാവങ്ങളും പമ്പയിലൊഴുക്കി 18-ാം പടിയും കടന്ന് സന്നിധാനത്തിലേക്ക് എത്തുക. അതായത് സകല പാപങ്ങളും കളഞ്ഞ് മോക്ഷത്തിലേക്ക് എത്തും വിധമാണ് നമ്മുടെ കാരണവന്മാർ ഈ ഒരു യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രകൃതി അറിഞ്ഞുകൊണ്ട് അവനവനിലേക്കുള്ള ഒരു യാത്ര തന്നെ. എരുമേലിയിലെത്തി ശാസ്താവിനെ തൊഴുത് അനുവാദവും വാങ്ങി വേണം വനയാത്ര ആരംഭിക്കുവാൻ. കയ്യിൽ ശരവുമായി കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന രൂപത്തിലാണ് എരുമേലി ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. മഹിഷീവധവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ എരുമയെ വധിച്ച എരുമക്കൊല്ലിയാണത്രേ എരുമേലിയായി മാറിയത്. മഹിഷിയെ വധിച്ചതിന് ശേഷം ഭഗവാൻ വാൾ കഴുകിയ രുധിരക്കുളം, ഉദരക്കുളം എന്ന പേരിൽ എരുമേലിയിൽ ഇപ്പോഴും കാണാം. മഹിഷി നിഗ്രഹത്തിനെത്തിയ മണികണ്ഠസ്വാമിക്ക് ആ രാത്രി തങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്ത എരുമേലിയിലെ പുത്തൻ വീട്ടിൽ ആ വാൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. എരുമേലിയിലെത്തുമ്പോൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് പുത്തൻ വീട്. ശബരിമലയ്ക്ക് പോകുന്ന കന്നിയേപ്പന്മാർ എരുമേലിയിൽ പേട്ട കെട്ടി വേണം ശബരിമലയ്ക്ക് പോകുവാൻ. എരുമേലി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയായി പേട്ട ശാസ്താവിൻ്റെ ക്ഷേത്രം കാണാം. അമ്പും വില്ലും ധരിച്ച് നായാട്ടിനൊരുങ്ങി നിൽക്കും വിധമാണ് പേട്ട ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. പേട്ട കെട്ടുന്നതിന് മുൻപ് വ്രതകാലത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമായി വെറ്റിലപാക്ക് നാണയം സഹിതം പേട്ട ശാസ്താവിന് മുൻപിൽ സമർപ്പിച്ച് 18-ാം പടി കയറാനുള്ള അനുവാദം തരണേയെന്ന് പ്രാർത്ഥിച്ചു വേണം പേട്ടതുള്ളൽ ആരംഭിക്കാൻ. പേട്ടശാസ്താവിന് പ്രദക്ഷിണം വെച്ച് നഗരത്തിലൂടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പേട്ട തുള്ളി എരുമേലി ക്ഷേത്രത്തിലെത്തി അവിടെയും 3 പ്രദക്ഷിണം വെച്ച് പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മേൽക്കൂരയിലെറിഞ്ഞ് കർപ്പൂരം കത്തിച്ചാണ് പേട്ടതുള്ളൽ അവസാനിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിന് മുൻപിലെ തോട്ടിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധമായതിനു ശേഷം ശാസ്താവിനെയും തൊഴുത് വഴിപാടുകളും സമർപ്പിച്ചാണ് യാത്ര തുടങ്ങുക. എരുമേലിയിൽ നിന്നും ഏതാണ്ട് 46 കിലോമീറ്ററാണ് കാനനപാതയിലൂടെ കടന്നു പോവേണ്ടത്. രാവിലെ 6 മണിക്ക് കോയിക്കൽക്കാവ് ചെക്ക് പോസ്റ്റ് കടന്നാൽ ഇരുട്ടും മുൻപ് പമ്പയിലെത്താം. എരുമേലിയിൽ നിന്നും 4 കിലോമീറ്റർ കഴിയുമ്പോൾ കോട്ടപ്പടി എന്ന ഭാഗത്തേക്കെത്തും. അവിടെ നിന്നും 2 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ പേരൂർത്തോടെത്തും. കാടിനെയും നാടിനെയും വേർതിരിക്കുന്നത് പേരൂർത്തോടാണ്.
ഇവിടെ തോട്ടിലെ മത്സ്യങ്ങൾക്ക് അരിയും മലർപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇനി 3 കിലോമീറ്റർ കഴിയുമ്പോൾ ഇരുമ്പൂന്നിക്കരയിലേക്ക് എത്തും. സ്വാമിയുടെ പൂങ്കാവനം ഇവിടെ നിന്നും തുടങ്ങുന്നു. ഇവിടെ നിന്നും ഇനി അയ്യപ്പന്മാർക്ക് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുമാണ് നിയമം. ഇനി 8 കിലോമീറ്റർ നിരപ്പായ പാതയാണ്, നിറയെ തേക്കിൻ കാടും. ഈ വഴി ചെന്നെത്തുന്നത് കാളകെട്ടിയിലേക്കാണ്.